Hello everyone. This video is the continuation of chapter 2, Genres and Types of Academic Writing. ഇതിൽ Genres of Academic Writing ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ essay എന്താണ് എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഈ വീഡിയോയിൽ എന്താണ് ഒരു റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Research paper or article. A research paper is similar to academic essay, but it is longer than an essay. The research paper is written by a scholar through which new ideas or knowledge is proposed by research based on a topic. റിസർച്ച് പേപ്പർ അക്കാഡമിക് എസ്സേയോട് സാമ്യമുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് അക്കാഡമിക് എസ്സേ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അക്കാഡമിക് എസ്സേയിൽ ഒരു റൈറ്റർ തൻ്റേതായ ആർഗ്യുമെൻസും തൻ്റേതായ ഒപ്പീനിയൻസും ആണ് എഴുതുന്നത്. ആ റൈറ്ററിൻ്റെ സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം ആശയങ്ങളും വാദങ്ങളും ഒക്കെയാണ് അക്കാഡമിക് എസ്സേയിൽ ആ റൈറ്റർ ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വർക്ക് ഒറിജിനൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ റിസർച്ച് പേപ്പറിലും ഒരു റൈറ്റർ തൻ്റെ സ്വന്തം ആർഗ്യുമെൻസും ഒപ്പീനിയൻസും അല്ലെങ്കിൽ പുതിയ നോളേജ്, ഒരു പുതിയ ഐഡിയ ഒക്കെയാണ് റിസർച്ച് പേപ്പറിലൂടെയും കൊണ്ടുവരുന്നത്. പക്ഷേ അക്കാഡമിക് എസ്സേയേക്കാളും ലെങ്ത് കൂടുതലായിരിക്കും റിസർച്ച് പേപ്പറിന്. കൂടാതെ ആ പേരിലുള്ള പോലെ തന്നെ റിസർച്ച് പേപ്പർ, റിസർച്ച് ഒരു പുതിയ കാര്യം റിസർച്ച് ചെയ്ത് കണ്ടെത്തുകയാണ്. ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പുതിയൊരു നോളേജ്, പുതിയൊരു ഐഡിയ ഫൈൻഡ് ചെയ്യുകയാണ്, കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. റിസർച്ച് എന്നൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. The writer can use variety of valid sources for supporting his ideas. It involves surveying in order to find best possible information. അതായത് നമ്മൾ പറഞ്ഞു, പുതിയൊരു നോളേജ് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയയാണ് ഈ റിസർച്ച് പേപ്പറിലൂടെ ആ സ്കോളർ അല്ലെങ്കിൽ റൈറ്റർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ ആ കണ്ടുപിടുത്തം, ആ സ്കോളറിൻ്റെ ഫൈൻഡിങ്സ് ശരിയാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള എവിഡൻസ് കൂടി ആ റൈറ്റിങ്ങിൽ ചേർത്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദ റൈറ്റർ ക്യാൻ യൂസ് വെറൈറ്റി ഓഫ് വാലിഡ് സോഴ്സസ് ഫോർ സപ്പോർട്ടിങ് ഹിസ് ഐഡിയാസ്. മറ്റ് ആർട്ടിക്കിൾസോ മറ്റ് ബുക്സോ തിയറീസോ നമുക്കെന്താണ് നമ്മുടെ വാദം അല്ലെങ്കിൽ നമ്മുടെ കണ്ടുപിടുത്തം ശരിയാണ് എന്ന് കാണിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇറ്റ് ഇൻവോൾവ്സ് സർവേയിങ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ബെസ്റ്റ് പോസിബിൾ ഇൻഫോർമേഷൻ. ഇനി ബുക്സോ ആർട്ടിക്കിൾസോ അങ്ങനെ റിട്ടൺ മെറ്റീരിയൽസ് മാത്രമല്ല, കൂടുതൽ പോസിബിൾ ഇൻഫോർമേഷൻസ് കിട്ടാനായിട്ട് നമുക്ക് സർവേയും നടത്താവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റിസർച്ച് പേപ്പർ സ്ട്രിക്റ്റ്ലി ഫോളോവിങ് certain styles of presenting sources and evidence to support the arguments or findings of the paper. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫൈൻഡിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സോഴ്സസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സിന് സൈറ്റേഷൻ നൽകണം. നമ്മൾ പ്ലേജറൈസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ സവിശേഷതകൾ പറയുമ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, നമ്മൾ നമ്മുടെ റൈറ്റിങ്ങിൽ മറ്റ് സോഴ്സസുകളിൽ നിന്നും കണ്ടൻസ് കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സൈറ്റേഷൻ നൽകണം എന്നത്.
അപ്പം നമ്മുടെ റൈറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സോഴ്സസിന് സൈറ്റേഷൻസ് നൽകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സൈറ്റേഷൻ നൽകുന്നത് പ്രധാനമായും 2 തരത്തിലുള്ള സ്റ്റൈലുകൾ ഉപയോഗിച്ചാണ്. ഒന്ന് MLA സ്റ്റൈലും രണ്ടാമത്തേത് APA സ്റ്റൈലും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. MLA സ്റ്റൈൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. ആൻഡ് APA സ്റ്റൈൽ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ആർ ദ മോസ്റ്റ് പോപ്പുലർ ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ്. ഇവ രണ്ടുമാണ് പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. MLA style used in subjects like humanities and APA style in social science. MLA documentation style നമ്മൾ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്ട്സിലാണ് ഉപയോഗിക്കുന്നത്. ലിറ്ററേച്ചറിലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം APA സ്റ്റൈൽ സോഷ്യൽ സയൻസസ് അതുപോലെ തന്നെ BCom സബ്ജക്ട്സ് അവയിലൊക്കെയാണ് നമ്മൾ APA സ്റ്റൈൽ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓൺ എ ടോപ്പിക് ത്രൂ ഡിഫറെൻറ്റ് സെക്ഷൻസ് ലൈക്ക് ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. നമ്മൾ റിസർച്ച് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ ഒരു ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ എന്നീ സെക്ഷൻസിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, കണ്ടൻസ് ഉണ്ടായിരിക്കും, കൺക്ലൂഷൻ ഉണ്ടായിരിക്കും, ബിബ്ലിയോഗ്രഫി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിസർച്ച് പേപ്പറിൽ അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിളിലുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. ഈ സെക്ഷൻസിലൂടെയാണ് ആ റിസർച്ച് ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് കൺവേ ചെയ്യുന്നത്. Depending on the broad area to which the paper belongs, there may be differences in structure of a research paper. That is, there are subtle differences in the method of study and writing style in humanities, social science and science. ഇനി പറയുന്നത് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. ഓരോ സബ്ജക്റ്റിനനുസരിച്ചും റിസർച്ച് പേപ്പർ എഴുതുന്ന സ്ട്രക്ചറിനും വ്യത്യാസം വരുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സും റൈറ്റിംഗ് സ്റ്റൈലും ആയിരിക്കില്ല നമ്മൾ സോഷ്യൽ സയൻസിലോ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് മെത്തേഡ് ഓഫ് സ്റ്റഡിയും റൈറ്റിംഗ് സ്റ്റൈലും ചേഞ്ച് ചെയ്യും. ഈ ഒരു കാര്യത്തിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നൽകാൻ കഴിയുന്നത്, ഇപ്പോൾ നമ്മൾ ഡിഗ്രിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് BComലെ സ്റ്റുഡൻസ് ചെയ്യുന്ന പ്രോജക്റ്റും അല്ലെങ്കിൽ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ചെയ്യുന്ന പ്രോജക്റ്റും എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. അതിനുപയോഗിക്കുന്ന റൈറ്റിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലും അതുപോലെ തന്നെ മെത്തഡോളജി, അതിൻ്റെ മെത്തേഡ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റിനനുസരിച്ച് റിസർച്ച് പേപ്പറിൻ്റെയും റൈറ്റിംഗ് സ്റ്റൈലും അതിലുപയോഗിച്ചിട്ടുള്ള മെത്തഡോളജി അല്ലെങ്കിൽ മെത്തേഡ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ ഈച്ച് റിസർച്ച് പേപ്പർ ഈസ് ടാർഗറ്റിംഗ് എ ജേർണൽ. റിസർച്ച് സ്കോളേഴ്സ് plan their papers for specific journals, strictly adhering to the style followed by the target journals. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജേർണലിൽ പബ്ലിഷ് ചെയ്യാനായിരിക്കും ഒരു സ്കോളർ ഇത്തരത്തിൽ റിസർച്ച് പേപ്പർ തയ്യാറാക്കുന്നത്. അതായത് ഏതൊരു സ്കോളറും ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഇങ്ങനെ ജേർണലിൽ പബ്ലിഷ് ചെയ്യുക എന്ന പേർപ്പസോട് കൂടിയിട്ടാവും ഒരു
റിസർച്ച് പേപ്പർ എഴുതുന്നതെങ്കിൽ ആ ജേർണൽ ഏത് റൈറ്റിംഗ് സ്റ്റൈലാണോ ഫോളോ ചെയ്യുന്നത് ആ റൈറ്റിംഗ് സ്റ്റൈലിലാണ് റിസർച്ച് പേപ്പർ എഴുതേണ്ടത്. അതായത് ഒരു സ്കോളർ തൻ്റെ റിസർച്ച് പേപ്പർ ഏത് ജേർണലിലാണോ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ജേർണലിനൊരു റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ആ ജേർണലിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിലായിരിക്കണം ഈ സ്കോളറും തൻ്റെ റിസർച്ച് പേപ്പർ തയ്യാറാക്കേണ്ടത്. അതായത് നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ജേർണൽസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും റിസർച്ച് പേപ്പറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഡിഫറൻസ് വരുന്നത്. ഓരോ ജേർണൽസിനും ഓരോ റൈറ്റിംഗ് സ്റ്റൈലാണ്. ആ റൈറ്റിംഗ് സ്റ്റൈലിനനുസരിച്ച് റിസർച്ച് പേപ്പറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിലും ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന വേ ഓഫ് റൈറ്റിംഗ്. സോ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. റിസർച്ച് പേപ്പർ അക്കാഡമിക് എസ്സേയോട് സാമ്യമുള്ളതാണ്. സിമിലർ ടു അക്കാഡമിക് എസ്സേ ബട്ട് ലോങ്ങർ ദാൻ ദം. പക്ഷേ അക്കാഡമിക് എസ്സേനേക്കാളും ലെങ്തിയാണ് റിസർച്ച് പേപ്പർ. അക്കാഡമിക് എസ്സേയിലുള്ളതിനേക്കാളും കൂടുതൽ ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് പേപ്പറിൽ നൽകിയിട്ടുണ്ടായിരിക്കും. കുറച്ചും കൂടി മോർ ഡീറ്റെയിൽഡ് ആണ് റിസർച്ച് പേപ്പർ. പ്രപ്പോസ് ന്യൂ ഫൈൻഡിങ്സ്. റിസർച്ച് പേപ്പറിലൂടെ നമ്മൾ പുതിയൊരു നോളേജ് അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ, പുതിയൊരു വാദമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിൽ റിസർച്ച് എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒരു റിസർച്ചിലൂടെ പുതിയൊരു കാര്യം കണ്ടെത്തുകയാണ്. ഇത്തരത്തിൽ പുതിയൊരു കാര്യം കണ്ടെത്തുമ്പോൾ നമ്മുടെ പുതിയ ഫൈൻഡിങ്സ് ശരിയാണ് എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് സപ്പോർട്ടിംഗ് സോഴ്സസ് ഉപയോഗിക്കാം. സപ്പോർട്ടിംഗ് സോഴ്സസ് ബുക്സോ മറ്റ് ആർട്ടിക്കിൾസോ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ സപ്പോർട്ടിംഗ് സോഴ്സസ് ഉപയോഗിക്കുമ്പോൾ ഏത് ബുക്കിൽ നിന്ന് എടുത്തോ, ആ ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്, ഏത് ഇയറിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്കാണ്, കൂടാതെ ഏത് കമ്പനിയാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൂടിയും നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു. അതിനെ നമ്മൾ ഏത് ബുക്കിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എടുത്തു എന്ന് സൈറ്റേഷൻ നൽകുന്നതിന് 2 തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഏതാണോ നമ്മുടെ ഡിസിപ്ലിൻ അതിനനുസരിച്ചാണ് ആ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ വരുന്നത്. ഒന്നുകിൽ MLA സ്റ്റൈൽ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ APA സ്റ്റൈൽ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും. ദെൻ നമ്മളൊരു പുതിയ കാര്യം കണ്ടെത്തുകയാണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. അതിൽ ഡിഫറെൻറ്റ് സെക്ഷൻസിലൂടെയാണ് ആ കാര്യങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്നത്. ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് പാർട്ട് കൺക്ലൂഷൻ. ഇത്രയും സെക്ഷൻസ് റിസർച്ച് പേപ്പറിൽ അടങ്ങിയിട്ടുണ്ട്. വേരിയേഷൻ ഇൻ സ്റ്റൈൽ ആൻഡ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് അക്കോർഡിംഗ് ടു സബ്ജക്ട്സ്. സബ്ജക്ട്സിനനുസരിച്ച് റിസർച്ച് പേപ്പർ എഴുതുന്ന സ്റ്റൈലിലും അതിൻ്റെ മെത്തേഡ് ഓഫ് റൈറ്റിങ്ങിലും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ജേർണൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും റിസർച്ച് പേപ്പറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഡിഫറൻസ് വരും. സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടാതെ ഏത് ജേർണലിലാണോ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജേർണലിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലുകൾക്കനുസരിച്ചും റിസർച്ച് പേപ്പറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈല് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് പേപ്പർ എന്താണ് എന്നതിൽ ഡിസ്കസ് ചെയ്തത്.